എല്ലാവർക്കും നമസ്തേ. അങ്ങനെ നമ്മൾക്ക് 15ാമത് ഉപരാഷ്ട്രപതിയെ ലഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായ CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക നൽകിയ സമയത്ത് ഇന്ത്യ സഖ്യം എന്താണ് ചെയ്തത്? തികച്ചും ഒരു എന്താ പറയുക, നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധനായ, രാജ്യത്തിന് തന്നെ വിരുദ്ധനായ ഒരുത്തനെ പിടിച്ച് അവരുടെ സ്ഥാനാർത്ഥിയാക്കി, ഒരു റെഡ്ഡി. എന്നിട്ട് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത് എന്താണ്? നോക്കൂ, ഞങ്ങൾ ജയിക്കും, NDAയിൽ നിന്ന് തന്നെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് തന്നെ MP-മാർ കൂറുമാറി ഈ റെഡ്ഡിക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ NDA സഖ്യത്തെ തറ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു വലിയ കോലാഹലം നടത്തിക്കൊണ്ടിരുന്നത്. ഈ വിദ്വാൻ, ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ്, അയാള് വോട്ടധികാര യാത്ര എന്നും പറഞ്ഞൊരു ഏതാണ്ടൊക്കെ തട്ടിക്കൂട്ട് കലാപരിപാടികൾ നടത്തി. അതായത് വിദേശത്തു നിന്ന് നമ്മുടെ ഇന്ത്യയിൽ കടന്നു കയറിയ ബംഗ്ലാദേശികൾ, റോഹിംഗ്യൻ ഉൾപ്പെടെയുള്ളവന്മാരെ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയവരെ നീക്കം ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരം വിഭാഗക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് വലിയ 10,000-10,000 പേര് ചേർന്ന് ഒരു റാലിയൊക്കെ നടത്തി. ഇപ്പം ഇന്ത്യ മൊത്തം ഇളക്കി മറിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞാണ് അയാൾ ആ പരിപാടി നടത്തിയത്. കേരളത്തിലെ പത്രങ്ങളെല്ലാം അതിനെ ഈ 10,000-10,000 പേര് കൂടിയ ഈ പ്രകടനത്തെയും യോഗങ്ങളെയൊക്കെ അത് ക്ലോസപ്പിൽ ചിത്രം എടുത്തിട്ട് അത് പത്രത്തിലും കൊടുത്തിട്ട് ചാനലുകളിലും നൽകിയിട്ട് പറഞ്ഞത്, ഇതാ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനകത്തിൽ പങ്കെടുത്തിരിക്കുന്നത്, ഇത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കണ്ട് ഭയന്ന് പറച്ചിരിക്കുകയാണ്. ഈ എപ്പോഴാണെന്ന് അറിയത്തില്ല പ്രധാനമന്ത്രി രാജിവെച്ചിട്ട് ഇവിടുന്ന് മുങ്ങുന്നത്, രക്ഷപ്പെട്ടു ഓടുന്നത്. അതേപോലുള്ള സംഭവമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാര യാത്ര, വോട്ടവകാശ യാത്ര എന്നൊക്കെ പറഞ്ഞ് വൻ പ്രചരണമാണ് ഈ കേരളത്തിലെ ഈ ദേശവിരുദ്ധരായിട്ടുള്ള ചാനലുകളെല്ലാം നൽകിയിരുന്നത്, പത്രങ്ങൾ നൽകിയിരുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ഈ കേരളത്തിലെ ഈ പൊട്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ വിചാരിച്ചു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇപ്പോൾ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, അതായത് NDAയുടെ സ്ഥാനാർത്ഥി തോറ്റു തുന്നം പാടും, അദ്ദേഹവും പ്രധാനമന്ത്രിയും അറബിക്കടലിൽ ചാടി നീന്തി അക്കരയ്ക്കെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിക്കുക, ഏതെങ്കിലും തുരുത്തിലോട്ട് രക്ഷപ്പെടും എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ കുറെ പൊട്ടന്മാർ വിശ്വസിച്ചിരുന്നത്. നേരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? BJPയും സഖ്യകക്ഷികളും പ്രതീക്ഷിച്ചത് 436 വോട്ടുകൾ ലഭിക്കും എന്നാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഫലം വന്നപ്പോൾ എന്താണ്? അവിടെ ഒരു വോട്ടിംഗ് മെഷീനോ ഒന്നും അല്ലായിരുന്നു, ഒരു യന്ത്രവും ഇല്ലായിരുന്നു, ബാലറ്റിൽ കൂടിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ലോക്സഭയിലെയും രാജ്യസഭയിലെ MP-മാർ ചേർന്നാണ് തെരഞ്ഞെടുത്തത്. ഇവർ പ്രതീക്ഷിച്ച് 436 വോട്ടായിരുന്നുവെങ്കിൽ ലഭിച്ചത് 452 വോട്ട്. ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക്, ആ രാജ്യവിരുദ്ധനായിട്ടുള്ളവന് ലഭിച്ചത് എത്രയാണ്? 300 വോട്ട്. അവരുടെ വോട്ടുകളാണ് ചോർന്നു പോയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം. ജനങ്ങൾ മാത്രമല്ല, കൂടെ നിൽക്കുന്ന MP-മാർ പോലും ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും പ്രവൃത്തിയിൽ നിരാശരാണ്, അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ മാറി വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനമനുസരിച്ച് അവർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമായിരുന്നു. മറിച്ച് സംഭവിച്ചിരിക്കുന്നത്, സ്വന്തം സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിക്കാണ് അവർ വോട്ട് ചെയ്ത് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആ ഒരു മൂഡ് എന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ വളരെയേറെ നിരാശരും കോപാകുലരുമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ രഹസ്യമായിട്ടൊരു അങ്ങ് മുങ്ങി മലേഷ്യയിൽ അങ്ങാണ്ട്. അവിടെ അയാളുടെ പല ചിത്രങ്ങളും വരുന്നുണ്ട്. അയാൾ അവിടെ പോയിരിക്കുന്നത് ഈ പറയുന്ന തമാശയാണോ നേരാണോ എന്ന് അറിയത്തില്ല. അവിടെ പോയി സ്ത്രീകളുമായിട്ട് കറങ്ങി നടക്കാൻ വേണ്ടിയാണ് അയാൾ അവിടെ പോയിരിക്കുന്നത്. അയാളുടെ ക്ഷീണം തീർക്കാൻ വേണ്ടി
ആണ് അയാൾ അവിടെ പോയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഉല്ലസിക്കാൻ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം. ചിലർ പറയുന്നു അവിടെ ആ ദേശവിരുദ്ധനായിട്ടുള്ള ഈ സക്കീർ നായിക്ക് അവിടെയാണ് താമസിക്കുന്നത്. അയാളുമായിട്ട് ചർച്ച നടത്താനാണ് BJPക്കും രാജ്യത്തിനുമെതിരായിട്ട് അയാളുമായിട്ട് ചർച്ച നടത്തി അയാൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധി, ഈ പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി മലേഷ്യയിൽ തന്നെ പോയിരിക്കുന്നത് എന്നും പറയുന്നു. ഇതിലേതാണ് സത്യം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം രാഹുൽ ഗാന്ധി ഞാനും സുഹൃത്തുക്കളല്ല. രാഹുൽ ഗാന്ധി എന്നോടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതറിയാവുന്ന കക്ഷികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഈ KC വേണുഗോപാൽ എന്ന കോൺഗ്രസ് നേതാവ്, അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം. അയാളുടെ കാര്യം നമുക്കറിയാമല്ലോ. അയാളുടെ ഈ പണ്ട് സരിതയുടെ കേസ് വന്നപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. ആ കേസിലും ഉൾപ്പെട്ട വിദ്വാനാണ് ഈ വേണുഗോപാൽ. അയാൾക്കും ദേശീയതയേക്കാൾ പ്രാധാന്യം അയാൾ നൽകിയിരിക്കുന്നത് ഈ രാജ്യവിരുദ്ധതയ്ക്കും ഇതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഈ നല്ല നടപ്പിന് കൂട്ടുനിൽക്കുകയും ഒക്കെയാണ്. അതുകൊണ്ടാണ് അയാളെ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത്. കാരണം ഏത് തോന്നിവാസത്തിനും കൊട പിടിക്കാൻ ഏറ്റവും വിശ്വസനായ ഒരാൾ വേണമല്ലോ. തങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ ഒരു കള്ളന് കൂട്ടു നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും കൂട്ടു നിൽക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ കഴിയുന്ന ഒരാൾ ഒരു കള്ളന് കൂട്ടു നിൽക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും പ്രിയങ്കയുടെയും സ്വഭാവത്തിന്, അവരുടെ പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരാൾ കൂട്ടു നിന്നാൽ അതിനർത്ഥം അയാളും ഈ കൂട്ടു നിൽക്കുന്ന ആളും ഇവരുടെ അതേ സ്വഭാവവും മനസ്ഥിതിയും ഉള്ളവരായിരിക്കും എന്നുള്ള കാര്യം നമ്മൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതാണ് നമ്മൾ കണ്ടുവരുന്നതും. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ വേണുഗോപാലിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. അയാൾക്കറിയാം രാഹുൽ ഗാന്ധി പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. സക്കീർ നായിക്കിനെ കാണാൻ ആണ് പോയത്. അയാളുമായിട്ട് ചർച്ച നടത്തി അയാളുടെ നയങ്ങൾ നടപ്പിലാക്കാനാണ്, അയാളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് പോയത്. അല്ല ഇങ്ങനെ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ഉല്ലസിക്കാൻ പോയതാണോ എന്നുള്ള കാര്യമൊക്കെ ഈ വേണുഗോപാലിനറിയാം. നമ്മൾക്കത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അറിയേണ്ട കാര്യം സർക്കാരിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അയാൾ വെറും ഒരു കോൺഗ്രസ് നേതാവല്ല. അയാൾ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാൾ സത്യത്തിൽ അയാൾ എന്ത് തോന്നിവാസം കാണിച്ചു എന്ന് പറഞ്ഞാലും ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു പദവിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാൻ ബാധ്യത സർക്കാരിനുമുണ്ട്. ആ ബാധ്യത എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മറച്ചു വയ്ക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. ഇനിയും ഇയാൾ ഇതേ രീതിയിൽ ഇയാളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ആ സഖ്യത്തെ, അതായത് ഇന്ത്യ സഖ്യത്തെ വീണ്ടും വീണ്ടും ദുർബലപ്പെടുത്തും. BJP ഈ സഖ്യത്തിന് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.